അവർ സ്വർഗത്തിൽ കാണും. തൻ്റെ ജീവന്റെ ജീവനിലേക്ക് ഖാലിദ് നബ്ഹാനും യാത്രയായി. സുബർക്കത്തിന്റെ മതിവരാത്ത സുഗന്ധത്തിലലിഞ്ഞ് കുളിരു പെയ്യുന്ന ഒരു തൂവെളിച്ചത്തിൽ മാലാകമാരെ സാക്ഷിയാക്കി ആ വല്ലിപ്പ തൻ്റെ കുഞ്ഞുമോളെ പുണരും. നൽകി മതിവരാതെ കാത്തുവെച്ച പൊന്നുമ്മകൾ ആ കുഞ്ഞിക്കവിളുകളിൽ പേമാരിയാവും. വല്ലിപ്പാന്റെ മിനുമിരുത്ത ഊശാൻ താടിയുണ്ടാക്കുന്ന ഇക്കിളിയിൽ അവൾ വീണ്ടും ചിരിക്കും. കലപില വർത്താനങ്ങളിൽ അയാളുടെ കഴുത്തിൽ കോർത്തു പിടിക്കും. ഓർക്കുന്നില്ലേ ഖാലിദ് നബ്ഹാൻ എന്ന വല്ലിപ്പയെ? അയാളുടെ കൊച്ചുമകൾ റീമിനെ, ആ വല്ലിപ്പയെയും ഇസ്രായേൽ കൊന്നുകളഞ്ഞിരിക്കുന്നു. 1 വർഷം മുൻപ് പേരക്കുട്ടിയുടെ മൃതദേഹം ചേർത്ത് പിടിച്ച് അവളെ സുബർക്കത്തിലേക്ക് യാത്രയാക്കിയ അതേ ക്യാമ്പിൽ ഇന്നലെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഖാലിദ് നബ്ഹാൻ കൊല്ലപ്പെട്ടത്. റീമിന്റെ ചേതനയേറ്റ ശരീരം കയ്യിൽ പിടിച്ച് അവളുടെ മുഖത്തെ പൊടിയും രക്തവും ആർദ്രമായി തുടച്ച് മുടിയിൽ തഴുകി നെറ്റിയിൽ കൊതി തീരാതെ ചുംബിച്ചുകൊണ്ടേയിരിക്കുന്ന ദൃശ്യങ്ങളിലൂടെയാണ് ഖാലിദ് നബ്ഹാനെ ലോകമാദ്യമായി കണ്ടത്. ഇസ്രായേൽ കൊന്നുകളഞ്ഞ 3 വയസ്സുകാരിയായ കൊച്ചുമോളെ ചേർത്ത് പിടിച്ച് ചുംബന പേമാരി തീർത്ത ആ കൊലുന്നനെയുള്ള മനുഷ്യനെ കണ്ടവരാരും മറക്കാനിടയില്ല. അത്രമേൽ നമ്മുടെ ഹൃദയം കൊളുത്തിവലിച്ച രംഗമായിരുന്നു അത്. തണുത്ത് വിറങ്ങലിച്ച് ജീവനറ്റ് കിടക്കുന്ന പൊന്നുമോളെ എത്ര മുത്തിയിട്ടും മതിവരാതെ അയാൾ ചേർത്ത് പിടിച്ചപ്പോൾ ആ മനുഷ്യനൊപ്പം പൊട്ടിക്കരഞ്ഞതാണ് ലോകം. കുഞ്ഞുമോളുടെ തണുത്തു വിറങ്ങലിച്ച കവിളണകൾ തലോടി റൂഹ് റൂഹ്, ജീവന്റെ ജീവനാണവൾ എന്നയാൾ പറഞ്ഞപ്പോൾ പറയാൻ കഴിയാത്തൊരു നോവ് തൊണ്ടക്കുഴിയിൽ വിങ്ങിയതാണ്. 2023 നവംബർ 22 തെക്കൻ ഗസയിലെ നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നബ്ഹാന്റെ 3 വയസ്സുള്ള ചെറുമകൾ റീമും 5 വയസ്സുള്ള സഹോദരൻ താരിഖും കൊല്ലപ്പെട്ടത്. പിന്നീട് ഫലസ്തീൻ പ്രതിരോധത്തിന്റെ പ്രതീകമായി മാറി ഖാലിദ് നബ്ഹാൻ. പൊതുരംഗത്ത് കൂടുതൽ സജീവമായി. യുദ്ധം മുച്ചൂടും നശിപ്പിച്ച ഗസയിൽ ഭീതിയുടെ ആഴങ്ങളിൽ തളർന്നുപോയ കുഞ്ഞുങ്ങൾക്കൊപ്പം അയാളുണ്ടായി. വീടിനടുത്തുള്ള ആശുപത്രികളിൽ പരുക്കേറ്റ കുടുംബങ്ങളെ സഹായിക്കുകയും സ്വാന്തനവും സഹായവും നൽകുകയും ചെയ്തു. കളിപ്പാട്ടങ്ങളും സമ്മാനങ്ങളും വിതരണം ചെയ്തുകൊണ്ട് ഗസയിലെ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ അദ്ദേഹം റീം സോൾ ഓഫ് ദ സോൾ എന്ന സംരംഭവും തുടങ്ങി. ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ ഖാലിദ് ഗസയിലെ യുദ്ധകാലത്തെ ജീവിതം രേഖപ്പെടുത്തി. അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ ഇസ്രായേലിന്റെ ക്രൂരതകളും കൊലപാതകങ്ങളും നാശനഷ്ടങ്ങളും ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടി. Waytonikah.com, the exclusive Muslim matrimonial site.